ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയൽ. ഗ്യാസ് ഓണാക്കി പാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയിൽ ജീരകം, ചെറിയ ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളി, കറിവേപ്പില, വലിയ ജീരകം, 1 ഏലക്കയുടെ 3-4 കുരു ചതച്ചത് ഇവയെല്ലാം യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അരി പിടിക്കാതെ നോക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ പാവയ്ക്ക അരിഞ്ഞത്, 1½ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, തേങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം വാളൻപുളി ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അടി പറ്റാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഗോൾഡൻ പരുവാകുമ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നത്. പിന്നെ അടുത്തതായി പാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാവയ്ക്ക ഇട്ട് നന്നായി നിരത്തി വയ്ക്കുക. നിരത്തി വയ്ക്കുന്നത് പാവയ്ക്ക വേകാൻ വേണ്ടിയാണ്. പാവയ്ക്കയ്ക്ക് ഇത്തിരി കനത്തിൽ വേണം നമ്മൾ അരിഞ്ഞ് വെക്കാൻ. തീരെ നൈസാവണ്ട, ഇത്തിരി കനത്തോടു കൂടി അരിഞ്ഞ് വെക്കുക. ഈ പാവയ്ക്കയ്ക്ക് നല്ല കയ്പുണ്ട്, അതുകൊണ്ട് നമ്മളൊരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ് മാറിക്കിട്ടും. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അത് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കുക. ഈ പാവയ്ക്കയിലേക്ക് നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴകാൻ വേണ്ടിയാണ്. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വഴരും, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തായിട്ടായി അരിഞ്ഞിട്ടേക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണ്ടുന്നവർക്കിടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1½ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി വഴകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത പുളിവെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ അതേപോലെ ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പറ്റാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കിയ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 2 ചെറിയ സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കി പിന്നെ അത് കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം പാവയ്ക്കയുടെ മിക്സിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറിയ സ്പൂണിന് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതായത് എരിയില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് മസാലപ്പൊടി, ഒരു 2 സ്പൂണോളം, ചെറിയ സ്പൂണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ
പുളി സോക്ക് ചെയ്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇതൊന്ന് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് വെള്ളം ചേർത്ത് സോക്ക് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പാനിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പാവയ്ക്ക തീയൽ റെഡിയായി. നന്നായിട്ട് തിളയ്ക്കുന്ന അതായത് ഇരിക്കുക. അതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കടുകിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അല്പം തേങ്ങ ചിരകിയത്, കറിവേപ്പില, 2 പച്ചമുളക് ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പാവയ്ക്ക തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാവയ്ക്ക തീയൽ റെഡി.